പഞ്ചാരക്കൊല്ലിയിൽ ഇറങ്ങിയ നരഭോജി കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. രാവിലെ തെരച്ചിലിനിറങ്ങിയ RRT സംഘം ജയസൂര്യ എന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് പരിക്കേറ്റു. കടുവയുടെ ആക്രമണത്തിൽ വലത് കൈക്കാണ് പരിക്കേറ്റത്. വലിയ സാരമുള്ള പരിക്കല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോഴത്. അദ്ദേഹത്തെ ഏതായാലും മാനന്തവാടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവിടെ മന്ത്രി OR കേളു അടക്കം അദ്ദേഹത്തെ സന്ദർശിച്ചു. അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് തന്നെ ഉടൻ മാറ്റുമെന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായാലും ആക്രമണം മന്ത്രി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഉന്നതതല യോഗം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മുഖ്യമന്ത്രി അടക്കം ഓൺലൈനായി യോഗത്തിൻ്റെ ഭാഗമാകുകയും ചെയ്തു. കടുവയെ പിടികൂടുന്നതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുങ്കിയാന കൂടി ഇപ്പോൾ തെരച്ചിലിൻ്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. 38 നിരീക്ഷണ ക്യാമറകൾ, 9 പേരടങ്ങുന്ന 10 ടീം അടക്കം ഈ മേഖലയിൽ പഞ്ചാരക്കൊല്ലിയിലും താറാട്ട് മേഖലയിലും അടക്കം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ അനൂപ് ഒരിക്കൽ കൂടി ചേരുകയാണ്. അനൂപ്, അറിയേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കടുവ എവിടെ നിന്നാണ്? കർണാടക വനമേഖലയിൽ നിന്നാണോ വന്നത്? ഇനി എന്താണ് സർക്കാർ ഈ ഉന്നതല യോഗത്തിന് ശേഷം എടുത്ത തീരുമാനം? ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞിരുന്നു. കടുവയെ വെടിവെക്കുക എന്നുള്ളത് തന്നെയാണ്. ആദ്യം തന്നെ ഈ കടുവയെ കൂട്ടിലാക്കുക എന്നുള്ള ഇത് ADM വിശദീകരിച്ചപ്പോൾ തന്നെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു കടുവയെ വെടിവെക്കുക എന്നുള്ളത്. കേന്ദ്ര വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ട നിരവധി കടമ്പകളുണ്ട്. അതിനനുസരണമായി മാത്രമേ സംസ്ഥാനത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നത്. എന്താണ്, ഉന്നതല യോഗം പൂർത്തിയായി കഴിഞ്ഞു. മന്ത്രി 12:30 മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ 12:45 അതായത് ഉന്നതല യോഗം പൂർത്തിയായിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഉന്നതതല യോഗം ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം യോഗം അവസാനിക്കും. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. യോഗത്തിൽ ഇപ്പോൾ എടുത്തൊരു പ്രധാനപ്പെട്ട തീരുമാനം ഈ കടുവയെ എത്രയും വേഗം പിടികൂടുക എന്നത് സംബന്ധിച്ചാണ്. ഏതായാലും അതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളും ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഇനി സാങ്കേതികമായ തടസ്സങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് അത് പെട്ടെന്ന് തന്നെ പരിഹരിച്ച് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇപ്പോൾ പൊതുവിൽ ഈ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ആ വിധത്തിൽ ഒരു കർശന നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. മറ്റ് സാങ്കേതികമായ നടപടിക്രമങ്ങളിലേക്ക് കൂടുതൽ പ്രശ്നത്തെ വലച്ചു വയ്ക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു നടപടിയിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊരു തീരുമാനം, ഈ കേന്ദ്ര വനം നിയമത്തിലെ വിവിധ പ്രതിസന്ധികൾ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. പ്രത്യേകിച്ച് അത് വന്യജീവി സംരക്ഷണ 1972 വന്യജീവി സംരക്ഷണ നിയമം, അതോടൊപ്പം തന്നെ കേന്ദ്ര വനസംരക്ഷണ നിയമം, 1980 കേന്ദ്ര വനസംരക്ഷണ നിയമം, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വിവിധ നിയമങ്ങൾ ഈ കാര്യത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഈ കേന്ദ്ര നിർദ്ദേശങ്ങളുടെയും കേന്ദ്ര നിയമങ്ങളുടെയും എല്ലാം വലിയ പ്രതിസന്ധികൾ നേരിടുന്നതാണ്. ഏതായാലും ആ വിധത്തിലുള്ള പ്രതിസന്ധികൾ പലപ്പോഴും ഈ ഓപ്പറേഷനുകളെ ബാധിക്കുന്നുണ്ട് എന്ന് യോഗത്തിൽ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ശരി, അനൂപാണ് വയനാട്ടിൽ നിന്നുള്ള പഞ്ചാരക്കൊല്ലി മേഖലയിലെ നരഭോജി കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊപ്പം തന്നെ വനമന്ത്രി ശശീന്ദ്രൻ വിളിച്ചു ചേർത്ത് ഉന്നതതല യോഗത്തിൻ്റെ വിവരങ്ങൾ കൂടി പറയുന്നു. യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മന്ത്രി AK ശശീന്ദ്രൻ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും.